ഹലോ ഗായ്സ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പുതിയൊരു ഗെയിമുമായിട്ട് വന്നേക്കാണ്, ബലൂൺസ് മങ്കി സിറ്റി. അതെ, ഇത് മറ്റേ ബലൂൺസ് DD6 എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഇത് ഫേക്ക് പോലത്തെ ആണ്. എന്നാലും നല്ല രസമുണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിത് ആ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ സിറ്റി ഉണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഇതാക്കാൻ ഡൗൺലോഡ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോഴാണ് വീഡിയോ ഇട്ടത്. ഇന്ന് പിന്നെ ഒരു ഹർത്താലല്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ശരിക്കും അടുത്ത ആഴ്ചയാണ് അടുത്ത വീഡിയോ വരിക, പക്ഷേ ഈ ആഴ്ച തന്നെ ഇട്ടു. കാരണം വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് വീഡിയോ ഇട്ടല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ഈസി സ്ഥലമാണ് പിടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് കളിച്ചവർക്ക് അറിയായിരിക്കും, നല്ല രസമുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളാദ്യം ട്രാക്ക് ഷൂട്ടർ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മറ്റേ മുള്ളിടുന്ന സാധനം, അതെന്ന് വെച്ചാൽ ബലൂൺ ഇങ്ങനെ ഇനി ഈ ഗെയിം അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഈ ഗെയിം എന്ന് വെച്ചാൽ ഒരു ബലൂൺസിനെ നമ്മൾ ഒരു സിറ്റി ഉണ്ടാവും, അതും മങ്കീസിൻ്റെ സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും ബലൂൺസ് ആയിരിക്കും. അപ്പോൾ ഈ ബലൂൺസിൻ്റെ കൂടി ഫൈറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ വഴി പോലെ കണ്ടില്ലേ, അതിലേക്കൂടെ ബലൂൺസ് വരും. അപ്പം നമ്മളെ കയ്യിൽ ഓരോ ടൈപ്പ് മങ്കീസും ഉണ്ടാവും. അതിനെ വെച്ച് നമ്മൾ ആ ബലൂൺസിനെ കീഴ്പ്പെടുത്തുക. എന്ന് വെച്ചാൽ നമുക്കിവിടെ ലൈഫൊക്കെ തന്നിട്ടുണ്ട്. അധികം ബലൂൺസ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ കളി തോറ്റു പോകും. അങ്ങനെയാണ്. പിന്നെ സിറ്റിയിലുണ്ട് കുറേ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അറിയാത്തവർക്കാണേ ഇത്, അറിയുന്നവർ കുറേ ഉണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഇതിൽ കുറേ ഇതൊക്കെ ഉണ്ട്. ഈ ട്രാക്ക് ഷൂട്ടർ എന്ന് പറഞ്ഞാൽ മുള്ളിടുന്ന സാധനം മങ്കി അല്ല, അതൊരു മെഷീനാണ്. ബാക്കി പിന്നെ മെഷീൻ ഗണ്ണ്, ഫ്ലൈറ്റ്, എന്താ പറയുക, ട്രാക്ക് ഷൂട്ടർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത് അത്ര ഹൈ ലെവലല്ല. ഇതിൻ്റെ അകത്ത് ഓരോ ലെവലൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് വലിയ ബലൂൺസൊക്കെ വരാറുണ്ട്. എന്ന് വെച്ചാൽ മോയാബ്, BFB, ZOMG, DDT അങ്ങനത്തെ വലിയ ബലൂൺസൊക്കെ വരും. അതിനൊക്കെ പൊട്ടിക്കാൻ നമുക്ക് കുറേ വലിയ ടോപ്പ് ലെവൽ മങ്കീസൊക്കെ വേണം. ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ലെവൽ മങ്കി എന്ന് പറഞ്ഞാൽ സൂപ്പർ മങ്കിയാണ്. എന്നുവെച്ചാൽ അതെൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ 10ാമത്തെ ലെവലെത്തിയിട്ടേ ഉള്ളൂ. 11ാമത്തെ ലെവലിലാണ് അതിനെ ബിൽഡ് ചെയ്യാനുള്ള ഇത് കിട്ടുക. എന്നുവെച്ചാൽ ഇതിൻ്റെ സിറ്റിയിൽ നമ്മൾ ഓരോ മങ്കീസിൻ്റെ സ്ഥലം ബിൽഡ് ചെയ്യണം. എന്നുവെച്ചാൽ അതിനകത്ത് തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഏത് മങ്കീനെ ബിൽഡ് ചെയ്യണം. അത് നമ്മൾ ഇതും പൈസയും പവറും ഒക്കെ വെച്ച് ബിൽഡ് ചെയ്താൽ നമുക്ക് ആ മങ്കീസിനെ ഫൈറ്റിനെടുക്കാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് ഈ ഫൈറ്റ് കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഈ ഫൈറ്റ് കഴിയുന്നവരെ ഇപ്പോൾ 6ാമത്തെ ലെവലായി. 9ാമത്തെ ലെവലിലാണ് നമ്മൾ എത്തേണ്ടത്. 9 ലെവലായി, ലാസ്റ്റ് ലെവലായി. നമ്മളെ ഇത് ട്രാക്ക് ഷൂട്ടർ എന്താ പറയുക, സ്പൈക്ക് ഫാക്ടറി നല്ലോണം മുള്ളൊക്കെ ഇടുന്നുണ്ട്. മുള്ളല്ല, അത് ആണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈസി ലെവലാണ്, അത്ര വലിയ മങ്കീസൊന്നും വേണ്ട. ഇതാണ്ടില്ല. ഓക്കെ, നമ്മളങ്ങനെ സിറ്റിയിലേക്ക് തിരിച്ചു വന്നാണ്. ആദ്യം നമുക്ക് പൈസ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതാ കണ്ടില്ല ഗൈസ്, ഈ നിഞ്ചേൻ്റെ സ്ഥലം പോലത്തെ അങ്ങനത്തെ ഇതൊക്കെ ഓരോ മങ്കീൻ്റെ ഹൗസാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ തൊട്ടാൽ അതിൻ്റെ അകത്ത് ഓരോ ഓപ്ഷൻസ് വരും, ഓരോ സാധനം ബിൽഡ് ചെയ്യാനുള്ളതൊക്കെ. അപ്പം നമുക്ക് വേണ്ട മങ്കീനനുസരിച്ച് ബിൽഡ് ചെയ്യാം. പക്ഷേ അതിന് പൈസയും പവറും ഒക്കെ വേണം. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ വേണം, എന്നാലേ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ. ഇത് കുറച്ച് ഹാർഡ് ലെവലാണ് ഗൈസ്, അത്ര ഹാർഡല്ല, എന്നാലും ഹാർഡാണ്. ഇതിൻ്റെ ഉള്ളിലൊരു നിധി ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഇതിനെ വേണ്ടി വരും. ആദ്യം തന്നെ ഇവനെ വെക്കുന്നതാണ് നല്ലത്, കാരണം ഇവനധികം ബലൂൺസിനെ പൊട്ടിക്കും. നല്ല ശക്തിയുള്ളതാണ്, എന്താ പറയുക, സ്പൈക്ക് ഫാക്ടറി. പിന്നെ നിഞ്ച മങ്കീനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചോന്ന മങ്കിയില്ലേ ഫ്രണ്ടിലുള്ള, അതിനെ വെച്ചിട്ടുണ്ട്.
ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് വലിയ ബലൂൺസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വലിയ വലിയ മങ്കീസിനൊക്കെ പ്ലേസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന മങ്കീസിനൊക്കെ വെക്കാം. നിഞ്ച മങ്കീനൊക്കെ വെക്കാം. എന്നാലല്ലേ ഈ കറുത്ത ബലൂണിൻ്റെ ഉള്ളിൽ കുറേ ബലൂൺ ഉണ്ടാവും. അത് പൊട്ടിച്ചാൽ കുറേ ബലൂണായി മാറും. അപ്പോൾ അതിനൊക്കെ പൊട്ടിക്കാൻ കഴിവുള്ള ഇതിനൊക്കെ വെക്കണം. നല്ല വലിയ ബലൂൺസൊക്കെ വരുന്നുണ്ട് എന്നുവെച്ചാൽ. ഓക്കെ, നമ്മൾ അടുത്ത നിഞ്ച മങ്കീനെ വെച്ചിട്ടുണ്ട്. വേഗം പൊട്ടിക്കും. നല്ല ശക്തിയുള്ളവരാണ് ഇവർ. ഓക്കെ, ഇത് ഭയങ്കര പാടാണ് ഗൈസ്. എന്നുവെച്ചാൽ നമുക്കല്ല, നമ്മൾ ഓരോ മങ്കീനെ ഓരോ സ്ഥാനത്ത് വെച്ചാൽ കറക്റ്റ് വെച്ചാൽ നല്ലോണം ഇതാക്കാം. അപ്പം ഞാൻ വീണ്ടും നിഞ്ച മങ്കീനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ലെവൽ കഴിഞ്ഞ് 11 ലെവലുണ്ട്. ഇപ്പം നമ്മൾ 7ാമത്തെ ലെവലിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഓക്കെ, അതാ കറുത്ത ബലൂൺ വരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ ബലൂൺ ഉണ്ടാവും. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ അവനൊരു സഹായിനെ വെച്ചെടുത്ത്. ആ ഫ്രണ്ടിലുള്ള മങ്കി നല്ല കഷ്ടപ്പെട്ടിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ അവനൊരു സഹായിനെ വെച്ചിട്ടുണ്ട്, ഗ്ലൂഗൺ മങ്കി. ഓക്കെ ഗൈസ്, കുറേ ബലൂൺ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പൊട്ടിക്കണം, ഇല്ല സീനാവും. നമ്മളൊരു മാജിക് മങ്കീനെ വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മാജിക് ഉപയോഗിച്ച് ബലൂണെ പൊട്ടിക്കുന്ന മങ്കി. കണ്ടോ നിങ്ങൾ? അതിൽ നിന്നൊരു തീ പോലത്തെ സാധനം വരും, ഒരു വയലറ്റ് കളറുള്ള. അത് പൊട്ടിക്കും. ഓക്കെ, കുറേ പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് ബോംബ് വെച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ ബോംബ് അങ്ങനത്തെ ബോംബല്ല. ഗൈസ്, നിറയെ ബലൂൺ. അപ്പം നമുക്ക് സഹായിക്കാൻ വേണ്ടി വലിയ ബോംബിനൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എത്തി. ഇനി നല്ല ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ കഴിയുന്ന പോലെ പൊട്ടിക്കും. നമ്മളതിൻ്റെ അത് ലൈവ് ലോസ്റ്റായി, എന്നുവെച്ചാൽ ലൈഫ് ലോസ്റ്റായി പോയാൽ പിന്നെ ഡയമണ്ട് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നിധിപ്പെട്ടിയും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം പവറുള്ള ബലൂൺസിനൊക്കെയാണ് ഉപയോഗിക്കുക. കഴിഞ്ഞു ഗൈസ്, യേസ്. അങ്ങനെ ഞാൻ കുറേ ഇതാക്കി നോക്കി, പക്ഷേ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ഇത്? റോക്കറ്റോ? ഓക്കെ, വിമാനമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.